നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ക്ഷുഭിതനായത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിനിടയിലാണ് മുഖ്യമന്ത്രി ഇടപെട്ടത്. നിയമസഭയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് തന്റെ പ്രസംഗത്തിനിടെ രമേശ് ചെന്നിത്തല ആവർത്തിച്ചതാണ് മുഖ്യമന്ത്രിയെ ക്ഷുഭിതനാക്കിയത്. സംസ്ഥാനത്തെ അതിക്രമങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തെക്കുറിച്ചുമുള്ള ചർച്ചയ്ക്കിടെ പലവട്ടം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ഓരോ തവണയും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മറുപടി പറയണമെന്ന് പറയുന്നത് ശരിയായ രീതിയാണോ എന്ന് മുഖ്യമന്ത്രി എഴുന്നേറ്റ് ചോദിച്ചു. എന്ത് സന്ദേശമാണ് ചെന്നിത്തല സമൂഹത്തിന് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഇടയ്ക്കിടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ് ഓരോ ചോദ്യം ചോദിച്ചാൽ പോരാ, നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രി ക്ഷുഭിതനായി പറഞ്ഞു. സംസ്ഥാനത്ത് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ചും ലഹരി വ്യാപനം രൂക്ഷമാകുന്നതിനെക്കുറിച്ചും നിയമസഭയിൽ മറ്റ് നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനിടെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. 9 വർഷം ഭരിച്ചിട്ടും ഒരു തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടുവെന്നും സർക്കാരാണ് ഉത്തരവാദിയെന്നും ചെന്നിത്തല പറഞ്ഞു. കുട്ടികൾ ലഹരിക്ക് അടിമകളാവുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയും കോഴിക്കോട്ടെ ഷഹബാസിന്റെ കൊലപാതകവും ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളം ഒരു കൊളംബിയയായി മാറുകയാണോ? പണ്ട് പഞ്ചാബിനെ കുറിച്ചാണ് ലഹരിയുടെ കേന്ദ്രമായി പറഞ്ഞിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ യുവാക്കളുടെ ജീവിതത്തെ രാസലഹരി നശിപ്പിക്കുകയാണ്. യുവത്വം പുകഞ്ഞില്ലാതാകുകയാണ്. ഇന്ന് മലയാള മനോരമ സ്കൂളുകളിൽ നല്ല പാഠത്തിലൂടെ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ലഹരി വിരുദ്ധ പരിപാടികൾ കൂടി ശക്തമാക്കണം. സംസ്ഥാനത്ത് മദ്യമൊഴുക്കുന്ന പുതിയ എക്സൈസ് നയം പുതുതലമുറയോടുള്ള ചതിയാണ്. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനാണ് പുതിയ ബ്രൂവറി അനുവദിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കലാലയങ്ങളിൽ SFI ആണ് റാഗിങ്ങിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ അവരെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഇതുപോലെ തന്നെ തുടർന്നാൽ മതിയെന്നാണ് അവരുടെ യോഗത്തിൽ പോയി മുഖ്യമന്ത്രി പറഞ്ഞത്. അതും ശരിയായ നിലപാടല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. TP ചന്ദ്രശേഖരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് 3 വർഷത്തോളം പരോൾ നൽകിയ സർക്കാർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നും ചെന്നിത്തല ചോദിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിക്ക് ശക്തമായ മറുപടിയുമായും ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു. താൻ എന്ത് പ്രസംഗിക്കണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. തനിക്ക് അതിനുള്ള അവകാശമുണ്ട്. നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിയുടെ ചീട്ട് ആവശ്യമില്ല. അത് പറയും. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത് അൺപാർലമെന്ററി അല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നും അതിനുള്ള അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങളല്ല പറയേണ്ടതെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതോടെ ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് ആഭ്യന്തരമന്ത്രി, നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങിത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്, അല്ലാതെ മോശം പേരൊന്നും അല്ല വിളിച്ചതെന്നാണ് സതീശൻ പറഞ്ഞത്.